ഇസ്രായേലിൽ ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിമാരകമായ ഈ 2000-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി തീരെ കുറഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ രാത്രിയിലെ ഇസ്രായേൽ ആക്രമണം. അതോടൊപ്പം GCCയിലെ വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾക്ക് നേരെയുള്ള ഒരേ സമയത്തെ ഇറാന്റെ ആക്രമണങ്ങളും. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ടെല്ലവീവിൽ, പടിഞ്ഞാറൻ ജെറുസലേമിൽ, ഹൈഫയിൽ ഇവിടങ്ങളിലെല്ലാം നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കിരയാവുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണവും ആക്രമണത്തിന്റെ കൃത്യതയും പുറത്തുവരാത്തത് ഇസ്രായേൽ വാർത്തകൾ അത്രമാത്രം സെൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷത്തെ 12 ദിന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പോൾ ഇസ്രായേൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പരിക്ക് പറ്റിയവരുടെ എണ്ണവും അതേപോലെ തന്നെ വളരെ വലുതാണ്. ഒരു പ്രേതഭൂമി പോലെ ഇസ്രായേലിലെ മിസൈലുകൾ പതിച്ച ബിൽഡിങ്ങുകൾ ആകാശത്തെ നോക്കി മിഴിച്ചു നിൽക്കുകയാണ്. ചിതറിക്കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ പ്രാണഭയം കൊണ്ടോടുന്ന ജൂതർ വല്ലാത്ത കാഴ്ചയാണ്. ഇറാനിൽ മരണസംഖ്യ ഭീതിതമായി വരുമ്പോൾ മൾട്ടി ലെയർ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ഇസ്രായേലിൽ മരണസംഖ്യയും പരിക്ക് പറ്റിയവരുടെ എണ്ണവും തീരെ കുറവല്ല എന്ന് വേണം പറയാൻ.